കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതുവരെ നിയമസഭയ്ക്ക് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. എംഎൽഎമാരായ എ.കെ.എം. അഷറഫും ടി.ജെ. സനീഷ് കുമാറുമാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതായും സംസ്ഥാനത്ത് ലോക്കപ്പ് മർദ്ദനത്തിന്റെ പരാതികളും തെളിവുകളും പുറത്തുവന്നിട്ടും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യവും സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. സഭ നിർത്തിവെച്ച് 12 മണി മുതൽ 2 മണി വരെ വിഷയം ചർച്ച ചെയ്യാൻ സ്പീക്കർ അനുമതി നൽകി. വിഷയത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ചർച്ചകൾ നടന്നു. പ്രതിപക്ഷ എംഎൽഎമാർ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചപ്പോൾ മുൻ UDF സർക്കാർ കാലത്ത് പോലീസിന്റെ പോരായ്മകളും സുജിത്തിന്റെ വിഷയവും ഉന്നയിക്കാൻ പ്രതിപക്ഷം വൈകിയതും ഭരണപക്ഷവും ഉയർത്തിക്കാട്ടി. പോലീസ് മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിനെയും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വിമർശിച്ചു. മുഖ്യമന്ത്രി ഇതുവരെ പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? കേരള ചരിത്രത്തിൽ ഇതുപോലെ ഏതെങ്കിലും മുഖ്യമന്ത്രി മിണ്ടാതിരുന്നിട്ടുണ്ടോ? മിടുക്കന്മാരായ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ട്. എന്നാൽ ഏറാൻമൂളികളായ പോലീസുകാർക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണെന്നും സതീശൻ ആഞ്ഞടിച്ചു.